ഇവിടെ ഒരു വിസ്പർ ചാലഞ്ച് ഗെയിം ഇല്ലേ? ഇത് പ്രപ്പോസ് ചെയ്തത് നമ്മളാണ്. ഇഷ്ടംപോലെ ക്യാമറന് മുമ്പ് പ്രത്യക്ഷപ്പെടുന്നില്ല. ഈ വിസ്പർ ചാലഞ്ച് ഗെയിമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയിലൊരു ഇയർഫോൺ വെച്ചിട്ട് അല്ലേ അവരെ സൗണ്ട് കേൾക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതാക്കും. എന്നിട്ട് അവരെ ചെവിയിൽ നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്കില്ലേ ഈ വാക്ക് മന്ത്രിക്കണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം? ഈ വാക്ക് പറഞ്ഞു തരണം അല്ലേ? ഇതിലിപ്പോൾ ഏറ്റവും ചെറിയ കുട്ടിയായിട്ടുള്ള ഞാനും ഇസു ആണ് ആദ്യം കളിക്കുന്നത്. ഓക്കെ ഇസു ഓക്കെ ഞാൻ ആദ്യം പറയാൻ പോവാണ്. ഇത് തുറക്കട്ടെ തുറക്കട്ടെ. എങ്ങനെ നോക്ക് നോക്ക് നോക്കണ്ടേ? ആ വേർഡ് ക്യാമറയ്ക്ക് കാണിച്ചതാണ്. കണ്ടില്ലേ? എല്ലാരും കണ്ടു. അതായത് ഇസെടുക്ക് ഞാൻ ചെവിയിലൊക്കാം. ഇനി സിയ എടുക്ക്. സിയ പപ്പ എന്താ പാട്ട്? ബേബി ആയിരുന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈ ഷാൻമോളാണ്. എടുക്കും ഷാൻമോൻ. പാട്ട് പിടിച്ചു കൊടുക്കാണ്. പാട്ട് പിടിച്ചു കൊടുക്കാണ് അല്ലെങ്കിൽ ഇന്ന് വീണ് പോവും. പറഞ്ഞോ പറഞ്ഞോ. മൈക്ക് കൊടുക്കും മൈക്ക് കൊടുക്കും. അല്ല, റോങ്. ഫോൺ കേസ്. ഇവരാരും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിറ്റ് അല്ലേ? ഇനി ഷാൻമോനെ ഇവിടെ വെക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതെങ്ങനെ വെക്കാം? ഇയർഫോൺ വീണുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചോടുക്ക് പിടിച്ചോളൂ. ഇത് സൈഡ് അതെ പറഞ്ഞു. എന്നെ കുറിച്ച് പാട്ടില്ലല്ലോ. പാട്ട് പാട്ട് തന്നോ? ഇല്ല. പാട്ടിട്ട് കുറച്ച് സൗണ്ട് കൂട്ടണം. സൗണ്ട് കൂട്ടണം. കേൾക്കണില്ലല്ലോ ഇപ്പൊ. വന്നോ? ഡാൻസ് ചെയ്യ്. ഡാൻസ് വേണ്ട. വന്നോ? ഡിസ്പ്ലേ എന്താ കിട്ടിയില്ല? പാട്ട് കിട്ടിയില്ല. ഓ വളരെ രസകരമായിട്ടാണ് ഗെയിം മുന്നോട്ട് നോക്കണേ. ഏതാ കിട്ടിയത്? ബുക്കായിരുന്നു കിട്ടിയത്. പക്ഷെ ഷാൻമോൻ എന്തായിരുന്നു പറഞ്ഞത്? പോക്ക്. എങ്കിലും വേളാണ്ടൊക്കെ ശരിയായി വരുന്നുണ്ട്. അടുത്തത് ചെയ്തില്ലല്ലോ. അമർത്തണ്ട മറ്റേ പോസ് പാട്ട് കേൾക്കുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞോളൂ. ഞാനാ പറഞ്ഞെന്റെ വെരി ഗുഡ്.
ഗസ് ചെയ്തിരിക്കുകയാണ്. ക്യാമറ വെരി ഗുഡ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ വിസ്പർ ചാലഞ്ച് ഗെയിം ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെ വിസ്പർ ചെയ്യാണ്. ഇത് പറയേണ്ട ആൾ എപ്പോഴും നല്ല ശക്തമായിട്ടുള്ള വോയിസിൽ മ്യൂസിക് ഇടണം. ഇപ്പൊ ഞാൻ വളരെ ശക്തമായിട്ട് മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ് യെസ്. ആരാണ് വിസ്പർ ചെയ്യുന്നത്? ഇസോ. അടുക്ക ആ മ്യൂസിക് കേട്ടെ. പറ ഒന്നുകൂടി പറ. കാർ. ഒന്നുകൂടി പറ. പാർക്ക്. എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ തോറ്റു. ലാഫ്. അങ്ങനെ ഈ ഗെയിമിൽ ഇസു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗസ് ചെയ്തിട്ട് മലയാളം പാട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഉയരെ ഉയരെ. ഗസ് ചെയ്യൂ. ഷാൻമോൻ ആവേശത്തോടെ വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായ രീതിയിലാണ് ഷാൻമോൻ വിസ്പർ ചെയ്യുന്നത്. എന്താണെന്ന് പറയുന്നത് നമുക്ക് പോലും വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. സിയ ഗസ് ഇറ്റ്, ഗസ് ഇറ്റ്, സിയ ഗസ് ഇറ്റ്. One more chance. Table. Very good, very good. ഷാൻമോൻ ഇവർ രണ്ടുപേരും 1:1 എന്നുള്ള റേഷ്യോയിൽ മുന്നേറിക്കൊണ്ടിരിക്കും. ഏതായാലും വളരെ ആവേശജലമായിട്ടുള്ള ഗെയിമാണ്. ഇത്രയും നല്ലൊരു ഗെയിമാണ് നമ്മുടെ ഇഷമോൾ റെക്കമെൻഡ് ചെയ്തതെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇന്ന് നാളെ കേരളത്തിൽ തരംഗമാവാൻ നിൽക്കുന്ന ഒരു ഗെയിമാണ്. ഇത് സുവാൻ വന്നിട്ടുണ്ട് ഗസ് ചെയ്യാൻ. വരൂ വരൂ സുവാൻ, ഗസ് ചെയ്യാൻ വരൂ. ഈ പറയാൻ പോകുന്ന വിസ്പർ ഷാൻ വായിച്ചെടുക്കാൻ പോവുകയാണ്. ഇതാ ഓൾറെഡി ഇസ അത് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാ സിയ ഇങ്ങനെ വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാൻമോൻ ഗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മെമ്മറി ചാമ്പ്യനെ ഷാൻമോനാണ് ഗസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്രൂൺ എന്നാണ് ഷാൻമോൻ വായിച്ചെടുത്തത്. അത് തെറ്റാണെന്നാണ് സിയ പറയുന്നത്. അടുത്ത പറയോ. ഷാൻമോന് ഇയർഫോൺ ഊരി വെക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അത് നടന്നില്ല. സിയ അത് പിടിച്ചിരിക്കുകയാണ്. Come on, come on, come on. Come on. ഷാൻമോൻ ഗസ് ചെയ്യുന്നതിൽ മെമ്മറി ചാമ്പ്യനായിട്ടുള്ള ഷാൻമോനെ പോലും തോൽപ്പിച്ചുകൊണ്ട് സിയ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിജയികളെ ഡിക്ലെയർ ചെയ്യല്ലേ? ഓക്കെ, സിയ ആൻഡ് ഇസ വിജയിച്ചിരിക്കുകയാണ്. ഷാൻമോനും വിജയത്തിന്റെ മുൻപന്തിയിൽ തന്നെയാണ് ഉള്ളത്. എനിക്ക് ഫുട്ബോൾ ജയിച്ചല്ലോ, അപ്പൊ ഇതിൽ വരെ കിടന്നോട്ടെ അല്ലേ. സുവാനും വിജയിച്ചിരിക്കുകയാണ്. സുവാൻ കം കം കം. ഒരാൾ എപ്പോഴും വിജയിക്കുകയില്ല, ചിലപ്പോഴൊക്കെ തോൽവി സംഭവിക്കാതെ. തീർച്ചയായും അവർ അഭിനന്ദിക്കൂ ഷാൻമോൻ. ഓൾറെഡി ഫുട്ബോളിൽ 5-1 ഗോളിന് അല്ലേ മൂത്താപ്പയെ പരാജയപ്പെടുത്തി വൻ വിജയം കൈവരിച്ചിരിക്കുകയാണ് ഷാൻമോന്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവന്റെ കൊച്ചു പെങ്ങന്മാര് വിജയിച്ചതിൽ അവൻ വളരെ സന്തോഷമുണ്ട്. എന്താണ് ഇങ്ങോട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ വിജയത്തെ കുറിച്ച്? തീർച്ചയായിട്ടും. ഓക്കെ, സിയക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? ഷാൻമോന് അടുത്ത മത്സരത്തിൽ പൂർവാധികം ശക്തിയോടെ, അല്ല എങ്കിലും അടുത്ത മത്സരത്തിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? വിജയം വേണം. നീ മാത്രം ജയിച്ചാൽ പോരാ എന്നുള്ളതാണ്. വിൻ വിൻ അല്ലെ, വിൻ വിൻ എന്നുള്ളതാണ് നീ ഉദ്ദേശിക്കുന്നത് അല്ലേ?
വെരി ഗുഡ്. അങ്ങനെ സിയക്ക് നമുക്കൊരു കയ്യടി കൊടുക്കാം. ഷാൻമോൻ എന്ത് ചെയ്തു? ആ വോയിസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിട്ട് ഇയർഫോൺ ഊരാൻ നോക്കി അല്ലേ? അത് സിയ പറയുന്നത് എന്താ പറയുന്നത്? ചീറ്റേഴ്സ് നെവർ വിൻ എന്നാണ് അല്ലേ? വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കും സിയന്റെ ആ ഒരു ഇതിന്. അത്രല്ലേ ഈ ഫുട്ബോൾ കളിക്കുമ്പം കൂവുന്ന രീതിയിലാണ് എല്ലാരും പാടുന്നത്. തീർച്ചയായിട്ടും ഒരു അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇന്ത്യയിൽ എത്തിയതാണ്. ഏതായാലും മനോഹരമായിട്ടുള്ള ഒരു അവധിക്കാലം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. Hi guys, if you are watching Khalil Shamras, don't forget to like this video, subscribe and ring that bell icon so that you will be notified in the upcoming videos.